ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു ജാക്കറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു. ഹോം മെയ്ഡ് ജാക്കറ്റ് പൊട്ടറ്റോ. അവിടെ ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ ഞാൻ ലേറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും ജാക്കറ്റ് പൊട്ടറ്റോ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ആ തൊലിയോടുകൂടി ഇങ്ങനെ എന്താ പറയുക, എയർ ഫ്രൈ ചെയ്തെടുക്കുന്ന ജാക്കറ്റ് പൊട്ടറ്റോയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്, ബട്ടറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നല്ല രണ്ട് സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള ജാക്കറ്റ് പൊട്ടറ്റോ എടുക്കാം. പൊട്ടറ്റോ കഴുകി നല്ല ടിഷ്യൂ കൊണ്ട് തുടച്ചു. ഇനി നമുക്കത് ഫോർക്ക് കൊണ്ടിങ്ങനെ കുത്തി എന്താ പറയുക, ഇത്തിരി ഉപ്പും എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് നമ്മൾ ഒരേപോലെ, അതൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്തിട്ട് കുറച്ച് ഒലിവ് ഓയിലൊക്കെ എടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് എല്ലാ വശത്തും നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. ഇംഗ്ലീഷ് ഫുഡ് അങ്ങനെ ഇവിടെ ഉണ്ടാക്കാറില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഈ ജാക്കറ്റ് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് നമ്മൾ എല്ലാ വശത്തും പുരട്ടിക്കെടുത്തതിന് ശേഷം കണ്ട നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു എയർ ഫ്രയറിലോട്ട് പറ്റാം. എയർ ഫ്രയറിൽ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ജാക്കറ്റ് പൊട്ടറ്റോ വയ്ക്കുക. അയ്യോ, ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ട് നമുക്ക് ഉപ്പ് എയർ ഫ്രയറിനകത്ത് വെച്ചിട്ട് ഇടാം. അപ്പോൾ ഉപ്പെടുക്കുക, അതിനകത്ത് കുറച്ച് ഇടുക, അതിനെല്ലാ വശം നന്നായിട്ട് പുരട്ടി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ കൂടെ ആഡ് ചെയ്യാം, വേണമെങ്കിൽ. അങ്ങനെ പെപ്പർ ആഡ് ചെയ്യാറില്ല, യൂഷ്വലി ഉപ്പും എണ്ണയും മാത്രം പുരട്ടിയാണ് എയർ ഫ്രൈ ചെയ്യാൻ വെക്കാറ്. സോ അത് നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എയർ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇനി ഒരു 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊട്ടറ്റോ പൊതുവേ എന്താ പറയുക, എല്ലാവരും കാർബോഹൈഡ്രേറ്റ് ആണെന്ന് പറയാമെങ്കിലും നമ്മളിങ്ങനെ എയർ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ബേക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഏത് ഫുഡ് എടുത്താലും അതിൽ പൊട്ടറ്റോ ഇല്ലാത്തൊരു വിഭവങ്ങളുണ്ടാവില്ല. പൊട്ടറ്റോ അവർക്ക് മെയിനാണ്. സോ നമ്മുടെ പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതെടുത്ത് രണ്ടായിട്ട് ചെറുതായിട്ട് അതിൻ്റെ മോൾ ഭാഗം മാത്രം ഇങ്ങനെ ക്രോസിന് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ബട്ടർ വെക്കാം. ബട്ടർ വെച്ചിട്ട് കുറച്ച് നേരം ഒരു 1 or 2 seconds ഒന്നുകൂടെ എയർ ഫ്രൈനകത്ത് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ നന്നായിട്ട് മെൽറ്റാവും. കണ്ടോ, ആ ഒരു ബട്ടർ വെച്ച് മെൽറ്റാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. സോ എയർ ഫ്രൈയിൽ വെച്ചു, ഒരു 2 or 3 seconds വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് അലിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചീസ് ഇടാം. അതായത് ഒന്നുകിൽ മൊസറല്ല ചീസോ, ഇത് ഞാൻ കേദാർ ചീസാണ് ഈ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത്. ചീസ് കുറച്ചെടുത്ത് ആ ഒരു എന്താ പറയുക, നമ്മൾ കട്ട് ചെയ്ത പാട്ടിലോട്ട് കുറച്ചിട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് എയർ ഫ്രയറിൽ വെക്കാം കേട്ടോ. ആ ചീസൊന്ന് മെൽറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ സമയം കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് എടുത്ത് ചീസൊക്കെ മെൽറ്റായി. അതിനകത്ത് കുറച്ച് ബേക്ക്ഡ് ബീൻസൊക്കെ വെച്ച് നമുക്കെടുക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ബൈ ബൈ, സീ യു ദെൻ.